കൃപാസനം പത്രം ജനുവരി 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര നാഗ്പൂരിൽ നിന്നുള്ള ജെനി ജെയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് വഴി ഗസറ്റഡ് റാങ്ക് ജോലി ലഭിച്ച സമയ ചുരുക്ക സാക്ഷ്യം. സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എക്സാമിനേഷന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ബിടെക്കും എംടെക്കും നെറ്റ് ക്വാളിഫൈഡുമായ ഞാൻ സർവീസിൽ കയറുമ്പോൾ സോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ് കയറുന്നത്. ജോലി ലഭിച്ച സന്തോഷമുണ്ടെങ്കിലും അന്നു മുതൽ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ വിഷമം എന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 11 വർഷമായി എണ്ണമില്ലാത്തത്ര പരീക്ഷകൾ പ്രൊമോഷന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. ഞാൻ വെളുപ്പിനെയുള്ള അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2025 ജനുവരിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിന്റെ എക്സാം എഴുതി. എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായി ഞാൻ ജനറൽ മെറിറ്റിൽ എക്സാം പാസ്സായി ഗസറ്റഡ് ഓഫീസറായി ജോലി ചെയ്യുന്നു. മണിമലയിൽ നിന്നുള്ള അഭിജിത്തിന്റെ സാക്ഷ്യം. ഞാനിട്ട ഡേറ്റിനു മുമ്പേ ഗവൺമെന്റ് ജോലിയുടെ ജോയിനിങ് ലെറ്റർ കിട്ടി. ഞാൻ വർഷങ്ങളായി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഒരുപാട് PSC ടെസ്റ്റുകൾ എഴുതി പല റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് നിയമനമൊന്നും ലഭിച്ചില്ല. വളരെ വിഷമത്തോടെ ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം 2023 എഴുതിയ LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ കോട്ടയം ജില്ലയിൽ 87ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് നിയമനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഡിസംബർ 1 നിയമനം കിട്ടണമെന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കി 10 ദിവസം കഴിഞ്ഞ് എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി. പക്ഷെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സെപ്റ്റംബറിൽ ജോയിനിങ് ലെറ്റർ കിട്ടുകയും നാട്ടകം പോളിടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ OA ആയി ജോലി ലഭിക്കുകയും ചെയ്തു. കുവൈറ്റിൽ നിന്നുള്ള മഞ്ജുവിന്റെ സാക്ഷ്യം. ആങ്ങളെ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവിനെ നേരിട്ട് വിളിച്ചാൽ പോരെ എന്നായിരുന്നു. എന്റെ ഉടമ്പടി അനുഭവങ്ങൾ. ഞാൻ വിദേശത്ത് പോകുന്നതിനായി 3 തവണ സൗദി എക്സാം എഴുതി. പക്ഷെ പാസ്സായില്ല. പിന്നെ കുവൈറ്റിൽ പോയി അവിടുത്തെ എക്സാം എഴുതി. എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്റെ ആങ്ങള നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്നൊന്നും ഇല്ലല്ലോ, മാതാവിനെ വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ കുവൈറ്റിൽ പോയി എക്സാം എഴുതുന്നതിന്റെ തലേ ദിവസം എന്റെ മാതാപിതാക്കൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ എക്സാം പാസ്സായി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കട്ടായതിനാൽ ടെർമിനേഷൻ വന്നു. പിന്നെ MOH മിനിസ്ട്രിയിൽ കയറാമെന്ന് കരുതിയെങ്കിലും അത് 4 മാസം കഴിഞ്ഞേ നടക്കൂ എന്നറിഞ്ഞു. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒട്ടും താമസിയാതെ എനിക്ക് കുവൈറ്റ് MOH ജോലി ലഭിച്ചു. പാലക്കാട് നിന്നുള്ള സുബിയുടെ സാക്ഷ്യം. അമ്മ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് മറുതലിക്കുമായിരുന്നു. ഒരു ദിവസം കൃപാസനം മാതാവിന്റെ ദൈവിക ഇടപെടൽ എനിക്കും ബോധ്യപ്പെട്ടു. നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് കൃപാസനം മാതാവിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എന്റെ അമ്മ ഉടമ്പടി എടുത്ത ശേഷം എന്നോട് കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലാനും പറയുമായിരുന്നു. ഒരാളെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ഞാൻ അമ്മയോട് മറുതലിക്കുമായിരുന്നു. എക്സാമിന്റെ സമയത്ത് ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും കൂട്ടുകാർ തന്ന കൃപാസനത്തിലെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എക്സാം പാസ്സായി. അതിനുശേഷം ജർമ്മൻ എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചു. ചങ്ങനാശ്ശേരി മാമൂടിൽ നിന്നുള്ള ജോസ്നയുടെ സാക്ഷ്യം. 7 വർഷത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ജോലി പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് 7 മാസത്തിനുള്ളിൽ ജീവിതം ക്രമപ്പെടുത്തിയ സാക്ഷ്യം. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി 7 വർഷം പരിശ്രമിച്ചിട്ടും ജോലിയൊന്നും ശരിയായില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചുവെങ്കിലും എല്ലാം റിജക്റ്റ് ആയി പോകുമായിരുന്നു. ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെയും ഫലമായി ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും ഫിൻലാൻഡിൽ ജോലി ശരിയാവുകയും കുടുംബസമേതം പോകുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എറണാകുളത്ത് നിന്നുള്ള ഫെസ്റ്റിയാലന്റെ സാക്ഷ്യം.
ബ്ലഡ് ഫ്ലോ വളരെ കുറവായതിനാൽ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 37ാമത്തെ ആഴ്ച ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി മാതാവ് സഹായിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത ശേഷം പ്രഗ്നന്റ് ആയി. പക്ഷെ എനിക്ക് ബ്ലഡ് ക്ലോട്ടിന്റെ ഇഷ്യൂ കാരണം പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്റെ ബോഡിയിൽ നിന്ന് കുഞ്ഞിന്റെ ബോഡിയിലേക്ക് ബ്ലഡ് ഫ്ലോ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നേരത്തെ ഡെലിവറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. മാക്സിമം 24 വീക്സ് ആണ് അവർ പറഞ്ഞത്. കുഞ്ഞിനെ NICUയിലേക്ക് മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി 37 ആഴ്ച പൂർത്തിയാക്കിയ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എന്റെ ഭർത്താവിന് MTech കംപ്ലീറ്റ് ചെയ്യാനുള്ള ആഗ്രഹവും ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി സാധിച്ചു കിട്ടി. തിരുവനന്തപുരം കാരേറ്റ് നിന്നുള്ള സന്ധ്യയുടെ സാക്ഷ്യം. ഉടമ്പടിയുടെ ഉടനടി അനുഭവം. മാതാവ് അനുവദിച്ചു തന്ന സന്തോഷമാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളത്. എന്റെ ഭർത്താവ് 10 വർഷമായി മദ്യപാനത്തിന് അടിമയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ അന്ന് തന്നെ മദ്യപാനം മാറിക്കിട്ടി. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു. കൂടാതെ എന്റെ 2 മൂക്കിലും ദശ വളരുന്നുണ്ടായിരുന്നു. ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസത്തോടെ ഉപയോഗിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നെ എനിക്ക് കോവിഡ് വന്നതിന് ശേഷം തുടർച്ചയായി ജലദോഷവും ശ്വാസം മുട്ടലും ഉണ്ടാകുമായിരുന്നു. രാവിലെ എഴുന്നേറ്റാലുടൻ തുമ്മലോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത്. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സുബിന്റെ സാക്ഷ്യം. UK-യിലേക്ക് 6 മാസത്തിനുള്ളിൽ പോകാൻ 5.5 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ട് 2 വർഷമായിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞാൻ UK-യിൽ കെയർ ഹോമിലേക്ക് പോകുന്നതിന് 5.5 ലക്ഷം രൂപ കൊടുത്തു. 6 മാസത്തിനുള്ളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും 1 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമുണ്ടായില്ല. ഞാൻ റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് സാങ്ഷൻ ആയാലേ പണം തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായി പൊക്കോളാൻ പറഞ്ഞു. 60 ദിവസത്തിനുള്ളിൽ എനിക്ക് ഫുൾ പേയ്മെന്റ് റീഫണ്ട് ചെയ്തു തന്നു. അതിനുശേഷം ഒമാനിൽ വിസിറ്റിംഗ് വിസയിൽ ഒരു ജോലി അന്വേഷിച്ചു പോയി. 2 മാസമായിട്ടും ജോലിയൊന്നും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. 2 മാസത്തിനുള്ളിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ഒമാനിൽ നല്ല ജോലി ലഭിച്ചു. തൃശൂരിൽ നിന്നുള്ള റെനോൾ എ ലിൻഡോയുടെ സാക്ഷ്യം. കൃപാസനത്തിൽ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും സാക്ഷിയാകാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. ജീവിത തകർച്ചയുടെ സമയത്ത് സാക്ഷിയാകാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്. എനിക്ക് 10ാം ക്ലാസ്സിലും +2-വിലും നല്ല മാർക്കുണ്ടായിരുന്നു. എന്റെ ഒരു മെറിറ്റിലാണ് അത് കിട്ടിയതെന്നുള്ള നല്ല അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കുന്നതിന് IELTS പഠിച്ചപ്പോഴും അതും പാസ്സായി. അതും എന്റെ മെറിറ്റിലാക്കി. പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്ഷൻ വന്നു. ഞാൻ ഏജൻസിയോട് വീണ്ടും വിസയ്ക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് +2 കഴിഞ്ഞ കുട്ടികൾ പുറത്തുപോയി പഠിക്കാൻ അധികം സാധ്യതകളില്ല, ഹോപ്പ് വയ്ക്കണ്ട എന്ന് പറഞ്ഞു. എന്റെ കഴിവുകൊണ്ട് നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറി വിദേശത്ത് പോകുന്നതിന് സാധിച്ചു. ആത്മീയമായി വലിയ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി.